എന്തോ ഓ ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്. അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ആൻസൈറ്റി എന്തായെന്നറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചുതരാം. എനിക്ക് വേണ്ട. ഇനി ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല. ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ. അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, മീര വെക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ, ഒരു ബീഡി തന്നെ. ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. ഇപ്പൊ വന്നതാരാ? ഇപ്പൊ വന്നതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക. അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ? വലിയ കണക്കാ. അയ്യോടി, അമ്മാവൻ എന്തുവായി കാണിക്കുന്നേ? അമ്മാവൻ എത്ര നാളായി ചട്ടകം പിടിച്ചിട്ട്? എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി ഉണ്ടോ ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന എരിശ്ശേരിയെ പോലെ ഞാനിന്ന് 4 കാലം നടന്നേനെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടം ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആശുപത്രിയിലോട്ട് അല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു കയറി പോലെ തന്നെ എന്റെ അമ്മാവാ. രണ്ടും 2 പാത്രമാണെന്നുള്ള മരം തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല. 2 ആൺകുഞ്ഞുങ്ങളെ പെറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് നടന്നോളൂ. ഡോക്ടർ, ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞാ. സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ, ഉണ്ണിയാ? ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്. വേണ്ട, ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. ഉണ്ണി ഇറങ്ങിയിരിക്കേ. ഡോക്ടറെ കാണണം. സംസാരിക്കണം. സംഭവിച്ചു എന്താ ഉണ്ണി, എന്തു പറ്റി? പറയുണ്ണി, എന്താ സംഗതി? പറയടാ. പറയാൻ പറഞ്ഞു തൊലയ്ക്ക്. കുഞ്ഞിനെ വാങ്ങിച്ചു. അമ്മ പോയി. എന്റെ മോള് കരയല്ലേ, 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 കരയല്ലേ. എന്റെ പൊന്നനിയത്തിയല്ലേ, എന്റെ കുഞ്ഞനിയത്തിയല്ലേ. ഓക്കെ, ചേട്ടൻ ചന്ദ്രനെ പിടിച്ചു തരാം. ഇങ്കായി കഴിച്ചേ, ഇങ്കായി കഴിച്ചേ. പാലും ഇങ്കായും കൊടുത്ത് നീ അതിനെ കൊല്ലും. ഈ സമയത്ത് ഇയാൾ ഇത് എവിടുന്ന് വരുന്നു? വരണോന്ന് തോന്നി. കരയല്ലേ, കരയല്ലേ. ഏതാണ്ട് അസ്കതയുണ്ട്. കരച്ചിൽ കേട്ടാൽ അറിയാം. കരയല്ലേ, കരയല്ലേ.
അച്ഛൻ എന്തേടാ പോയെ? ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണമാണ് നാളെ. കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ ഇതൊന്ന് നിർത്താൻ. വയറുവേദന എടുത്തിട്ടാ പാവം. 2-3 ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട. വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ, അതും കൂടുതൽ കൊടുക്കരുത്. ഒരു 2 ടീസ്പൂൺ വീതം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാതെ കൊടുക്കണം. ഇപ്പോഴീ വയറുവേദന കരച്ചിൽ നിർത്താൻ എന്താ വേണ്ടേ? അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി. ഓ, നീ തന്നെ ഉറക്കിക്കോ, നിനക്കേ പറ്റൂ. ഇങ്ങയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകാൻ അറിയോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ. വേണ്ട, ഞാനെന്തിനാ വെറുതെ സെന്റിമെന്റിലാണ്. വല്ലപ്പോഴും വരാം, ഒന്ന് കാണാം. വേണ്ട വേണ്ട വേണ്ട, കരയല്ലേ. വേണ്ട. വാ. മോളെ, ഓ, 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 ഓ. ശവമടക്കിനും സഞ്ചയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ. ഞാനെന്തിനു പോണം? വൈഷുഡായി കാണേണ്ടവർ ഇടയ്ക്കിടയ്ക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ് ആൻഡ് മോർ. നിമ്മി, നമ്മുടെ ആറ്റിറ്റ്യൂഡും മൂഡും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ആരുടെ ആയാലും ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ? ആ വാവോ ആരിരാരിരാരോ. വേണ്ട വേണ്ട, കരയല്ലേ. എന്റെ മോളല്ലേ, കരയല്ലേ. വേണ്ട വേണ്ട വേണ്ട, കരയണ്ട. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഓ, ഇവളൊരു പിടിവാശിക്കാരിയാ. എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട അതിനിങ്ങോട്ട് താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. ഇയാളെന്താ എരിശ്ശേരി കൊടുക്കും? എലിശ്ശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ തേങ്ങ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഞാൻ ഈ എരിശ്ശേരി കിട്ടുന്ന കടുവറക്കട്ടെ. എടോ, ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാല് കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാലെന്ന് തേങ്ങാപ്പാല് കൊടുക്കും. എന്താ ഇയാൾ കാണിക്കണേ? കാഞ്ഞ ബുദ്ധി. ഈശ്വരപിള്ള മകൻ ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് വാറണ്ട് ഉണ്ട്. ഇവിടെ ഒരു തെറിച്ച പെണ്ണിനെ വല്ല വിധേനെ മെരുക്കാൻ നോക്കുമ്പോഴാ വാറണ്ടും കൊണ്ട് ഒരാളുടെ എഴുന്നള്ളത്ത്. ഒരൊറ്റ അടി ഞാൻ വെച്ചേരും. അടിച്ചോ, ഞാൻ വന്ന് കൊണ്ടോളാം. വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ ഈച്ച കയറി പോവും. എനിക്ക് ഇപ്പഴാ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ. എങ്ങനെയാ കൊടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങിതാ, വാ 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 വാ. മോള് കുട്ടി. കൊള്ളാം കൊള്ളാം. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട. ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാമല്ലോ. ശരി, ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ ഇപ്പൊ നോക്കിയാലും ഒരു പ്രസവക്കാര്യം പറിച്ചില്. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതീനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം. പിന്നെന്താ ഇപ്പൊ വേണ്ടേ? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. ഇങ്ങോട്ട് ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട്, അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി?
അതിപ്പോ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റുക? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി, പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്നമാ അല്ലേ? ഒരു തലവേദന. അയ്യോ, ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്.